ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഇന്ത്യയിലെ എൻജിനീയറിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. എൻജിനീയറിംഗ് സെക്ടർ നമുക്കറിയാം, ഒരുപക്ഷെ ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ ഉൾപ്പെടുന്ന മേഖലയാണ്. അതിൽ NIRF റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ NIRF റാങ്കിങ്ങിൽ ഏതൊക്കെയാണ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഞ്ചിനീയറിംഗ് സെക്ടറിൽ എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. NIRFൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 100 റാങ്കിൽ വരുന്ന സ്ഥാപനങ്ങളെ പരിചയപ്പെടാം. IIT തന്നെയാണ് ബെസ്റ്റിൽ വരുന്നത്. IIT മദ്രാസ്, IIT ഡൽഹി, ബോംബെ, കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹട്ടി, ഹൈദരാബാദ്. പിന്നീട് വരുന്നത് NIT ട്രിച്ചി വരുന്നുണ്ട് 9th പൊസിഷനിൽ. അതിനുശേഷം IIT BHU. അപ്പോൾ ആദ്യത്തെ 10th പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 9 IITകളാണ് വരുന്നത്. അപ്പോൾ IITകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമുക്കൊരു എഞ്ചിനീയറിംഗ് ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നീട് ജാദവ്പൂർ VIT വരുന്നുണ്ട്, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, SRM ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ചെന്നൈ, അണ്ണാ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, IIT ധൻബാദ് വരുന്നുണ്ട്, അതുപോലെ തന്നെ IIT ഇൻഡോർ വരുന്നുണ്ട്. NITയിലേക്ക് വരുന്ന സമയത്ത് NITകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ NIT ആണ് നമുക്ക് പറയാനുള്ളത്. NIT കോഴിക്കോട്, NIT കാലിക്കറ്റ്, അതുപോലെ തന്നെ കേരളം നോക്കുകയാണെങ്കിൽ കേരളം താഴോട്ടേക്ക് പോകുന്ന സമയത്ത് IIST വരുന്നുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം വരുന്നുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് കേരളത്തിലെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് IIT പാലക്കാട് വരുന്നുണ്ട്. IIT പാലക്കാട് ഇൻ ദ 64th പൊസിഷനാണ്. അത് റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു IIT ആണ് IIT പാലക്കാട്. എന്നാലും 64th പൊസിഷനിൽ IIT പാലക്കാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 100-ൽ NITയും ISTയും അതുപോലെ തന്നെ IIT പാലക്കാടും ഒഴിച്ചു മറ്റൊരു സ്ഥാപനങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് പ്രിഫറൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച സ്ഥാപനത്തിലൂടെ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുകയും അതിന് പിന്നീട് നിങ്ങളുടെ പ്ലേസ്മെൻറ്റിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.